ഹായ്, നിങ്ങൾ ചോദിക്കാറില്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ബേസ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യാത്തത് നമ്മളെ ഈ സ്ട്രക്ചർ വർക്കിലെന്ന്? അതിൻ്റെ കാരണം അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ. ഇത് നമ്മുടെ ഒരു പ്രൊജക്റ്റാണ് കേട്ടോ. ആലപ്പുഴ ചേർത്തലയിലാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. ഇത് നമ്മൾ രത്നാകരൻ ചേട്ടനും ഫാമിലിക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഒരു 2 നിലയുടെ വീടാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ മുന്നൊരു വീഡിയോ നമ്മളത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ബേസ്മെൻറ്റ് ചെയ്തത് എറണാകുളത്ത്. അപ്പോൾ ഇത് വേറൊരു സ്ഥലം, എറണാകുളത്തുനിന്ന് കുറച്ചും കൂടി ദൂരം വ്യത്യാസമുള്ളൂ. അതായത് ആലപ്പുഴ ചേർത്തല. നമ്മൾക്ക് എല്ലാം അടുത്തടുത്തായിട്ടാണ് വരിക. കാരണം ഞങ്ങൾ ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം വരെ പോയി തിരിച്ചു വരണം. അപ്പോൾ എറണാകുളത്ത് നിന്ന് കുറച്ചങ്ങോട്ട് മാറിയപ്പോൾ തന്നെ മണ്ണിൻ്റെ ഘടനയൊക്കെ മാറി. നിങ്ങൾ കണ്ടില്ലേ? അതായത് നമ്മളെ നാട്ടിൽ, ഇപ്പം ഞാൻ മലപ്പുറത്തുകാരനായതുകൊണ്ട് നമ്മളെ നാട്ടിൽ അങ്ങനത്തെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും അത് മണലാണെന്ന്. മലപ്പുറത്തും തീരദേശങ്ങളിലൊക്കെ, പൊന്നാനി, തിരൂര ഭാഗങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഈ ഒരു രീതിയിൽ തന്നെയാണ്, അതായത് മണ്ണ് ഉണ്ടായിരിക്കുക. ഈ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റ് ക്ലൈൻ്റാണ് ഇട്ട് തരുന്നത്. അവർ കോളം ഫൂട്ടിങ് ചെയ്ത് അതിൻ്റെ മുകളിൽ കല്ല് കെട്ടിപ്പടുത്ത് അതിൻ്റെ മുകളിൽ പ്ലിന്താണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കോൺക്രീറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് ഒന്നും കൂടിയും കൂടും. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അവിടെ കുറച്ച് മണ്ണ് ഫില്ലിങ്ങും കൂടി വരുന്നതാണ്. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ താഴത്തേക്കും കൂടിയും ഡെപ്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആവും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി പൈസ ലാഭം കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് പല ജില്ലകളിലും പല രീതിയിലാണ് ഈ ബേസ്മെൻറ്റ് നമുക്ക് തന്നെ ആണെങ്കിൽ ചെയ്യേണ്ടി വരിക. കാരണം അത് മണ്ണിൻ്റെയൊക്കെ ബലത്തിനനുസരിച്ചിട്ട് ഹൈറ്റും ഡെപ്തും എല്ലാത്തിലും വ്യത്യാസങ്ങൾ വരും. ഇതിപ്പോൾ ഈ മണലായ കാരണം കൊണ്ട് കോളം ഫൂട്ടിങ് ചെയ്യണതാണ് ഇവർക്ക് ഒന്നും കൂടി പൈസയുടെ കാര്യത്തിൽ ലാഭം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ 1.5 അടി ഡെപ്ത് കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 അടിയിലും ഡെപ്ത് കൊടുക്കണം. അതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഏകദേശം ഒരു 4 അടിയോളം പൊക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫുള്ളി കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് എക്സ്പെൻസ് ജാസ്തിയാവും. അതുകൊണ്ടാണ് നമ്മൾ ക്ലയൻറ്റിനോട് അവിടുന്ന് തന്നെ ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവർക്ക് റീസണബിളായ റേറ്റിൽ അവർക്കിത് തീർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മണ്ണ് ഫില്ലിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അവിടങ്ങളിലൊക്കെ മണ്ണ് ഫില്ല് ചെയ്യാനായിട്ട് മണ്ണ് കിട്ടാനും ബുദ്ധിമുട്ടാണ്, അറിയാലോ. അപ്പോൾ നമ്മളെ നല്ല മണ്ണുള്ള സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതും എക്സ്പെൻസീവ് ആവും. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ബേസ്മെൻറ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. നമ്മൾ എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് അത് മനസ്സിലാവാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം അതായത് ഒരു ജില്ലയിലോ, ഞാൻ എപ്പോഴും പറയണതാണ്, ഒരു ജില്ലയിലോ അല്ലെങ്കിൽ 2-3 ജില്ലയിലോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കൂടി ഈസിയാണ്. നമ്മൾ ഓൾ കേരള ചെയ്യണ സമയത്ത് നമ്മൾക്ക് എവിടെയാണോ വർക്ക് കിട്ടുന്നത് അവിടെയാണ് നമ്മൾ പോയി വർക്ക് ചെയ്യണത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ മണ്ണിൻ്റെ പ്രതലമായിരിക്കുന്നു നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അപ്പോൾ നമുക്ക് ഒരു റേറ്റ് ഈ ബേസ്മെൻറ്റിനായിട്ട് ഫിക്സ് ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ചുമര് വെച്ചിട്ട് വീടുണ്ടാക്കുന്നതും തൃശ്ശൂർ ഉണ്ടാക്കുന്നതും എറണാകുളത്താണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ കാസർഗോഡാണെന്നുണ്ടെങ്കിലും ഒക്കെ സെയിമാണ്. അതായത് ഇതിൻ്റെ മുകളിലേക്ക് ചുമരിന് എത്ര മെറ്റീരിയൽസ് വരും, എന്തൊക്കെ വീടിന് വരും എന്നുള്ളത് നമുക്ക് കറക്റ്റ് കാൽക്കുലേഷൻ കിട്ടും. നേരെ മറിച്ച് ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ കാൽക്കുലേഷൻ എനിക്കൊരിക്കലും കിട്ടില്ല. ഇനി നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക എന്നുള്ളതൊന്ന് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു. കാരണം ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരു വീട് കാണിച്ചിട്ട് 1000 സ്ക്വയർ ഫീറ്റ് കേരളത്തിൽ എവിടെയും പണിത് തരാമെന്ന് അവർ പറയുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ജില്ല അല്ലാത്ത, ഇത്രയും കാലം കൊല്ലം ജില്ല ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പോക്കിൽ കൊല്ലം ജില്ലയിലും കൂടി ഒരു ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ ആകെ ഇനി നമുക്ക് ഒഴിവുള്ളത് കാസർഗോഡ് മാത്രമേ ഉള്ളൂ ഈ 14 ജില്ലകളിൽ നമ്മളെ പ്രൊജക്റ്റ് ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണും ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ ചേർത്തല ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതേപോലെ എല്ലാ സ്ഥലങ്ങളിലും വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണ് പറയേണ്ടത്, ഞങ്ങളെപ്പോലത്തെ ചെറിയൊരു കമ്പനി ഇതേപോലെ ഓൾ കേരള പ്രൊജക്റ്റ് എടുക്കുന്നുണ്ടോ, അവരെല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ അവർ എല്ലാ സ്ഥലങ്ങളിലും ബേസ്മെൻറ്റിൻ്റെ പൈസയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ ഈ പ്രൈസ് പറയണമെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും കമൻ്റായിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും അവരെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടാണ്. കാരണം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇതേപോലെ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രൊജക്റ്റുകൾ വരാറുണ്ട് ടൈം കാരണം കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ വർക്കുകൾ അവർക്ക് സജസ്റ്റ് ചെയ്യാമല്ലോ. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ബേസ്മെൻറ്റ് ഇതിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം. ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുൾ പ്രോസസ്സ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, യൂട്യൂബിലും ഉണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്. ഏതിലാണ് നിങ്ങൾ കാണുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വീടിൻ്റെ ഫുള്ള് വർക്ക് കഴിയുന്നവരെ നമ്മളെ രീതിയിൽ എങ്ങനെയാണ് വീട് വയ്ക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഭാവിയിൽ ചിലപ്പോൾ ആവശ്യം വരും.